ഹായ്, എല്ലാവർക്കും നമസ്കാരം. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂക്കാട്ടുപടിയിൽ മനോഹരമായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റ്. 6 വില്ലകളാണ് ഇവിടെ വരുന്നത്. 3 സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകളിലായിട്ടാണ് വില്ലകൾ നിർമ്മിച്ചിരിക്കുന്നത്. 6 വില്ലകളിൽ 2 വില്ലകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് വെറും 700 മീറ്റർ മാത്രമാണ് ദൂരം. പൂക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലേക്ക് 300 മീറ്ററും ദൂരമുണ്ട്. മനോഹരമായിട്ടുള്ള എലവേഷനിൽ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ നിർമ്മിച്ച വളരെ ഭംഗിയുള്ള ഒരു വീട്. നമുക്ക് ആ വീട്ടിലെ വിശേഷങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വില്ല പ്രോജക്റ്റിനെ കുറിച്ചാണ്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന 5 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ്. 6 വില്ലകളാണ് ഇവിടെ വരുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ഈ റോഡെല്ലാം ടൈൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ബസ് റൂട്ടിലേക്ക് 300 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് ചാർട്ടർ സ്കൂളിലേക്കും കൊച്ചി ഇൻ്റർനാഷണൽ സ്കൂളിലേക്കുമെല്ലാം ഏകദേശം 1 കിലോമീറ്ററാണ് ദൂരം. KME എഞ്ചിനീയറിംഗ് കോളേജ് വളരെ അടുത്താണ്. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്നതിനും ഇൻഫോ പാർക്കിലേക്ക് പോകുന്നതിനുമെല്ലാം സൗകര്യപ്രദമായ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടുള്ളത്. KWA വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കിണർ വെള്ളവും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 3 സെൻറ്റിൽ 1450 സ്ക്വയർ ഫീറ്റിലാണ് വില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വില്ലയുടെ വില വരുന്നത് 62 ലക്ഷം രൂപയാണ്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് 4 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 4 ബെഡ്റൂം വീടാണ്. ആ വീട് ഇതാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് A ടൈപ്പ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് അതിന് താഴെയായി ക്ലാഡിൽ ടൈലുകൾ ഇട്ടിരിക്കുന്നതായി കാണാം. ഒരു റൗണ്ട് ഷേപ്പ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട്. കണ്ടംപററി ഡിസൈനിൻ്റെ ഭാഗമായിട്ടുള്ള സ്ക്വയർ ടൈപ്പ് ഡിസൈനുകൾ വരുന്നത് കാണാം. അതുപോലെ തന്നെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ബാൽക്കണി, അവിടെ പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. അവിടെ ഒരു ഭാഗത്തായിട്ട് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടും നൽകിയിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മതിലിൻ്റെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കണ്ടംപററി ഡിസൈനിൻ്റെ പാറ്റേണിലാണ് മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് വരുന്നത് ഇതാണ്. സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. GI ഷീറ്റ് ഉപയോഗിച്ചിട്ട് CNC മെഷീനിൽ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മതിലിന് പുറത്തുകൂടി സ്ലൈഡ് ചെയ്യത്തക്ക രീതിയിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. 2 ഗേറ്റ് ലാമ്പുകളും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കാർ പോർച്ച് ഇതാണ്. കടപ്പ കല്ലുകളാണ് കാർ പോർച്ചിൽ നൽകിയിരിക്കുന്നത്. കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം ഇങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. മുകളിൽ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 വീലറുകളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. ഈ ഫ്രണ്ടിലായിട്ട് ഈ ഭാഗത്ത് ക്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിരിക്കുന്നു. വീടിന് ചുറ്റും അത്യാവശ്യം സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. അതെല്ലാം കവർ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. വീടിൻ്റെ ഈ വശത്തും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിശേഷങ്ങളാണ് വീടിൻ്റെ പുറത്തുള്ളത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ആ പില്ലറിൽ സിമൻറ്റ് ടെക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ മെയിൻ ഡോറാണ്. മെയിൻ ഡോർ നൽകിയിരിക്കുന്ന മഹാഗണി വുഡിലാണ്. ഒറ്റപ്പാളിയുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ലിവിങ് ഏരിയയാണ്. വിശാലമായിട്ടുള്ള വലിയ ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലാണ്. വലിയ വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ നോക്കുമ്പോൾ തന്നെ ഒരു 3 പാളി ജനൽ ഇവിടെയും കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. മൾട്ടിവുഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ക്യൂരിയോസ് വയ്ക്കാവുന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. വാൾപേപ്പർ നല്ല രീതിയിൽ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. കോവ് ലൈറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ ലിവിങ് ഏരിയയിൽ തിരിക്കാൻ വേണ്ടി ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ ഒരു 3 പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. ഇവിടെയും ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും കാണാം. വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു ഒതുങ്ങി മാറത്തക്ക രീതിയിലാണ്
വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. സെറയുടേതാണ് വാഷ് ബേസിൻ. വാനിറ്റി കൗണ്ടർ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു വലിയ ലിവിങ് സ്പേസ്. ഇതാണ് കിച്ചൺ. കിച്ചണിലേക്ക് വരുമ്പോൾ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ക്യൂരിയോസ് വയ്ക്കാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. കിച്ചണിൽ താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. വലിയ കബോർഡുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സിങ്ക് വരുന്ന ഈ കോർണറിലേക്ക് ഭാഗത്തായിട്ടാണ് ഒരു ഫ്ലെക്സിബിൾ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് മെയ്ഡ് സിങ്കാണ് വരുന്നത്. ഇവിടെ 2 പാളി ജനൽ, ഇവിടെ ഒരു 3 പാളി ജനൽ നൽകിയിട്ടുണ്ട്. വർക്ക് ഏരിയക്കുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ നമുക്ക് വർക്ക് ഏരിയ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെ വിശേഷം. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പാളി ജനൽ ഇവിടെയും വരുന്നുണ്ട്. ടൈലുകൾ സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളതാണ് ബെഡ്റൂം. നമുക്ക് ഈ ഭിത്തിയിലായിട്ടാണ് വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത്. 3 പാളികളുള്ള വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കാണാം. പ്രൊഫൈൽ LED ലൈറ്റ് സെൻറ്ററിലായിട്ട് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലാണ് എല്ലാ ബെഡ്റൂമുകളും വരുന്നത്. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ഡോർ ഫൈബർ ഡോറാണ്. അത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഈട്ടിയുടെ കളർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള ബാത്റൂം. ഫുൾ ബോഡി ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഇവിടെ കാണാം. ഇവിടെ വാട്ടർ ഹീറ്ററിൻ്റെ സ്ഥാനമാണ് വരുന്നത്. ഈ അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെറയുടേതാണ് സാനിറ്ററി ഫിറ്റിങ്സുകൾ വരുന്നത്. സെൻട്രൽ ഭാഗത്ത് ഷവർ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും മിററും അതെല്ലാം നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സാധാരണ കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഡ്റൂം. 2 ബെഡ്റൂം ആവശ്യപ്പെട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. മാതാപിതാക്കൾ ഉള്ളവർക്കെല്ലാം. ഈ താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിൽ അവൈലബിൾ ആണ്. ധാരാളം ആളുകൾ താഴത്ത് 2 ബെഡ്റൂമുകളുള്ള വീടുകളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം അവരുടെ കൂടെ മാതാപിതാക്കൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് സൗകര്യപ്രദമായ ഒരു വീടാണിത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം. നല്ല മനോഹരമായിട്ടുള്ള ടൈല് തന്നെയാണ് ബാത്റൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ക്ലോസറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്താണ് ഷവർ. ഇവിടെ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ താഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകുന്നത്. സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ്ങിനും ലിവിങ് ഏരിയയ്ക്കും ഇടയിൽ നിന്നാണ്. ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. റേസറായി ടൈലാണ് വരുന്നത്. നേരെ വരുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ ഒരു മറഗോള കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ലൈറ്റും എല്ലാം വീടിൻ്റെ അകത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ എയർ പാസേജും നല്ല രീതിയിൽ ഈ വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പർ ലിവിങ് ഏരിയ ഒരു ഇസഡ് പോലെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. ഒരു ഭാഗത്ത് 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത് അപ്പർ ലിവിങ് ഏരിയയും താഴത്ത് ലിവിങ് സ്പേസുമാണ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്ത് കണ്ട ബെഡ്റൂമുകളുടെ എക്സാക്റ്റ് മുകളിൽ തന്നെയാണ് ബെഡ്റൂമുകൾ വരുന്നത്. അതുകൊണ്ട് സെയിം സ്പേസും സെയിം ഡിസൈനും തന്നെയാണ് വരുന്നത്. വാർഡ്രോബും അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗിൽ ചെറിയ വ്യത്യാസം മാത്രം വരുന്നുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ബാത്റൂമും അതേപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ വാർഡ്രോബാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 3 പാളി ജനൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് ലൈറ്റ് ഫോൾ സീലിംഗും വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം.
എല്ലാ ബാത്റൂമും ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ ബാത്റൂമിനെ കുറിച്ച് പറയുന്നില്ല. ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ആ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഇവിടെയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ടാപ്പും ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ തുറന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാം. സ്റ്റെപ്പ് കോൺക്രീറ്റിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേഡീസിനെല്ലാം ഈസി ആയിട്ട് നമുക്ക് കയറി പോകാവുന്ന രീതിയിലാണ് സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ബാൽക്കണി കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ബാൽക്കണി വരുന്നത്. ബാൽക്കണിക്കും അത്യാവശ്യം വലിപ്പമുണ്ട്. ടൈലുകളെല്ലാം സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് വോൾ സീലിംഗ് വർക്കും പ്രൊഫൈൽ ലൈറ്റിങ്ങും കാണാം. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റേതാണ് പാരപ്പറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തും പാരപ്പറ്റ് സ്ക്വയർ ട്യൂബിൻ്റെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റീലിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ബാൽക്കണിക്ക് മുകളിലായിട്ട് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ഡിസൈൻ നിർമ്മിച്ച നല്ലൊരു വീട്. 4 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ 3 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റ് മുതലുള്ള വീടുകൾ അവൈലബിൾ ആണ്. ആ വീടുകളുടെ വില 62 ലക്ഷം രൂപയാണ്. പക്ഷേ 4 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിൻ്റെ വില 85 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.